الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അല്ലാഹുവിൽ ജീവിതമർപ്പിച്ച് അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം വഴിപ്പെട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളെയും ചര്യകളെയും പരമാവധി മുറുകെ പിടിച്ച് നന്മകളിൽ ഉറച്ചു നിന്ന് ജീവിക്കാനും മുത്തഖികളായി മരിക്കാനും നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നെയും നിങ്ങളെയും. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ഓട്ടപ്പാച്ചിലാണ്. ഒരു ഓട്ടക്കാരൻ, അത് ലളിത ചെറിയ ദൂരമാവട്ടെ വലിയ ദൂരമാവട്ടെ, ഓട്ടം തുടങ്ങുന്ന ആ സമയത്തുള്ള വേഗതയാവില്ല അതിന്റെ അവസാന ലാപ്പിലേക്ക് അവസാനിപ്പിക്കാറാകുമ്പോഴേക്ക് ഉണ്ടാകുക. ദൂരം അവസാനിക്കുന്നതിനനുസരിച്ച് ഓട്ടത്തിന്റെ വേഗതയും
ഓട്ടക്കാരന്റെ സർവശക്തിയും ഓട്ടക്കാരന്റെ സർവശ്രദ്ധയും ഏറ്റവും ഒന്നാമതായി ഓട്ടം പൂർത്തിയാക്കാൻ എന്ത് ചെയ്യണമോ അത് മാത്രം ചെയ്യുന്നതിലായിരിക്കും. നമ്മൾ മുസ്ലിമീങ്ങൾ ജനിച്ച അന്ന് മുതൽ ഒരു യാത്രയിലാണ്. നമ്മൾ പ്രായപൂർത്തിയായ തിരിച്ചറിവെത്തിയ അന്ന് മുതൽ ആ യാത്ര ഓട്ടമായി മാറിയിട്ടുണ്ട്. നമ്മുടെ ജീവിതം അതിന്റെ അവസാനത്തോട് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നത് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയും. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. നിങ്ങളുടെ യാത്ര അവസാനത്തിലെത്താറായിരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ അത്രയും സമയം ഇനി കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് വസാരിഊ, നിങ്ങൾ കുതിച്ചു പായുവിൻ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പൊറുക്കാമെന്നേറ്റ പാപമോചനം ലഭ്യമാകുന്ന വിഷയത്തിലേക്ക് ആ വിഷയങ്ങളിൽ നിങ്ങൾ കുതിച്ചു പായുവിൻ. അങ്ങനെ റബ്ബ് നിങ്ങൾക്ക് പാപമോചനം നൽകിയാൽ ആ പാപമോചനത്തിന് അപ്പുറത്തുള്ളത് ജന്നത്തിൻ അർളുഹാ സമാവാതു വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം അതിന്റെ ഫലമായി നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നു. ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ, ജീവിതം സൂക്ഷ്മതയോടെ നിറവേറ്റിയവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ് ആ ലോകം. അവിടേക്ക് നിങ്ങൾ കുതിച്ചു പായുവീൻ എന്നാണ് സൂറത്ത് ആല ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്. ആ കുതിച്ചുപായൽ എങ്ങനെയാവണം എന്ന് നമ്മളൊരു അന്വേഷണം നടത്തുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറയും. സൂറത്തുൽ ഹദീദിലൂടെ അതൊരു കേവലമായ കുതിച്ചുപാച്ചിലായാൽ പോരാ, പിന്നെയോ സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. ആ കുതിച്ചുപാച്ചിൽ ഒരു മത്സരയോട്ടമായിരിക്കണം, ഒരു മുസാബഖത്ത് മത്സരയോട്ടമായിരിക്കണം. തൊട്ടു കൂടെയുള്ളവരെ മുഴുവനും പരാജയപ്പെടുത്തി മറ്റുള്ളവരുടെ മുമ്പിലെത്തുവാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും മത്സരിക്കുവിൻ. അങ്ങനെ മുമ്പിലെത്തുന്നവർക്കുള്ളത് മിലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, അള്ളാഹുവിന്റെ പാപമോചനവും അതിൻ ഫലമായി ലഭിക്കാനിരിക്കുന്ന ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവുമാകുന്നു. ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലി, അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യസന്ധമാണെന്ന് വിശ്വസിച്ച് അതിനനുസൃതമായി ജീവിതം ചിട്ടപ്പെടുത്തി സൽക്കർമ്മികളായി ജീവിക്കുന്നവർക്കുള്ളതാണ് ആ ലോകം. അവിടേക്ക് നിങ്ങൾ പരസ്പരം മത്സരിക്കുവിൻ. എങ്ങനെ മത്സരിക്കണം? സ്വർഗാവകാശികളായ രണ്ടാളുകൾ തങ്ങളുടെ കൂടെ നാട്ടിലുണ്ടായിരുന്ന ഒരു കൂട്ടുകാരനെ അന്വേഷിച്ചിട്ട് കാണാതെ വരുമ്പോൾ അവർ പറയും, സ്വർഗലോകത്ത് അവരില്ല, ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന ലോകമാണല്ലോ ഇത്, അവർ നരകത്തിലെങ്ങാനും അകപ്പെട്ടിട്ടുണ്ടോ നാവോ. ഫത്വരാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഈ സുഹൃത്തിനെ നരകത്തിൽ പോയി അന്വേഷിക്കും. ഫറആഹു ഫീ സവാഇൽ ജഹീം, നരകത്തിന് മുകളിൽ ഇവർക്ക് കാണുവാൻ വേണ്ടി ആ സുഹൃത്തിനെ ഇങ്ങനെ അള്ളാഹു പ്രദർശിപ്പിക്കും. അപ്പോ ഈ സ്വർഗത്തിലെത്തിപ്പെട്ട ആളുകൾ പറയും, വലൗലാ നിഅമതു റബ്ബി ലകുന്തു മിനൽ മുഹ്ളരീൻ. പടച്ചോനാ നേര്, നിന്റെ കെണിയിൽ കുടുങ്ങിയിരുന്നെങ്കിൽ ഞാനും ഇവിടെ തന്നെ എത്തുമായിരുന്നു.
അള്ളാന്റെ വല്ലാത്ത നിഅമത്തുള്ളതുകൊണ്ടാണ് ഞാനിപ്പോ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. മുഅ്മിനീങ്ങള് മനസ്സിലാക്കാൻ ഞാൻ ഇങ്ങനെ പറയുന്നു കേട്ടോ. അള്ളാന്റെ വല്ലാത്തൊരു നിഅമത്താണ് പരിശുദ്ധ റമദാനിൽ നമുക്ക് ഇപ്പോഴും ജീവിച്ചിരിക്കാൻ കഴിയുന്നു എന്നതും, വിശുദ്ധ റമദാനിൽ നമുക്ക് നോമ്പെടുക്കാനുള്ള, മറ്റ് ആരാധനാകർമ്മങ്ങൾ ചെയ്യാനുള്ള, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള, അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള നമ്മുടെ ചിന്തയും മനസ്സും ഒക്കെ റബ്ബിന്റെ മഹത്തായ നിഅമത്താണ്. നന്മകളിൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം തിന്മകളിൽ നിന്ന് നമ്മളിപ്പോ ഇങ്ങനെ മനഃപൂർവ്വം വിട്ടു നിൽക്കുന്നതും റബ്ബിന്റെ നിഅമത്ത. വലൗലാ നിഅമത്തു റബ്ബി, ആ നിഅമത്തില്ലായിരുന്നുവെങ്കിൽ ലകുന്തു മിനൽ മുഹ്ളരീൻ. എന്നിട്ട് അതിന് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അദീം. ഈ ചങ്ങാതിമാർ രണ്ടുപേര് നേടിയ നേട്ടമുണ്ടല്ലോ, സ്വർഗം, അതാണ് ഒരു വിശ്വാസിക്ക് തന്റെ ജീവിതം കൊണ്ട് ലഭിക്കേണ്ടുന്ന ഏറ്റവും വലിയ വിജയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലിമിത്ലി ഹാദാ, ഇതുപോലുള്ള ഒരു വിജയം ലഭിക്കാൻ വേണ്ടി, ഇതുപോലുള്ള ഒരു നിഅമത്ത് ലഭിക്കാൻ വേണ്ടി ഫൽയഅമലിൽ ആമിലൂൻ, ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ആ കഴിവ് അവരിങ്ങനെ ഒരു വിജയം ലഭിക്കുവാൻ വേണ്ടി ചെയ്യട്ടെ. സൂറത്ത് അൽ മുത്തഫിഫീനിലേക്ക് പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഖിതാമുഹു മിസ്കുൻ വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. സ്വർഗീയ പാനീയം ലഭിക്കുന്ന കോപ്പകൾ, കപ്പുകൾ കസ്തൂരി കൊണ്ട് സീലുവെക്കപ്പെട്ടവയാണ്. വഫീ ദാലിക, അങ്ങനെ ഒരു ലോകത്ത് എത്തിപ്പെടുവാൻ വേണ്ടി ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, ആർക്കൊക്കെ മത്സരബുദ്ധിയുണ്ടോ, ആർക്കൊക്കെ മത്സരക്ഷമതയുണ്ടോ, അവരൊക്കെയും ഈ ഒരു വിഷയത്തിന് വേണ്ടി, ഈ ഒരു നേട്ടത്തിന് വേണ്ടി മത്സരിക്കട്ടെ. ഉമ്മ വാപ്പയോടും വാപ്പ ഉമ്മയോടും, ഉമ്മയും വാപ്പയും മക്കളോടും, മക്കൾ ഉമ്മാനോടും വാപ്പാനോടും, ദമ്പതിമാർ തമ്മിൽ, വല്യപ്പ വല്യമാർ പേരക്കുട്ടികളോട്, കുടുംബങ്ങൾ തമ്മിൽ മത്സരിക്കട്ടെ, അയൽപ്പക്കക്കാർ തമ്മിൽ മത്സരിക്കട്ടെ, മഹല്ലത്തുകൾ തമ്മിൽ മത്സരിക്കട്ടെ. അങ്ങനെ മത്സരിച്ച് 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 എവിടെ എത്തണം? വഅന അവ്വലുൽ മുസ്ലിമീൻ, എന്റെ വീട്ടിലെ, എന്റെ നാട്ടിലെ, എന്റെ മഹല്ലത്തിലെ, എന്റെ അയൽപ്പക്കത്ത് എന്നോളം മെച്ചപ്പെട്ട ഒരു മുസ്ലിം വേറെ ഇല്ല എന്ന് സ്വയം തോന്നുന്ന അത്രയും നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കടന്നു പോവുകയാണ്. നമ്മൾ ഒരുപാട് കാലം മുമ്പേ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ആ ദിനരാത്രങ്ങൾ 17 കടന്നുപോയി, 18 രാവുകളും കടന്നുപോയി. ഒന്ന് കണ്ണിമ ചിമ്മി തുറക്കുന്നതിന്റെ ഇടയിൽ ഈ 29-30 ദിനരാത്രങ്ങൾ കടന്നുപോകും. ആദ്യത്തെ 10 നോമ്പ് ഉറപ്പിക്കാനും തുറക്കാനും, അവസാനത്തെ 10 തുണിങ്ങുപ്പായ എടുക്കാനും, പെരുന്നാളിന്റെ ഭക്ഷണം തയ്യാറാക്കാനും, ടൂറിന്റെ ദിവസങ്ങൾ ഡേറ്റ് തീരുമാനിക്കാനും, ഡെസ്റ്റിനേഷൻ തീരുമാനിക്കാനും ഉപയോഗിക്കുന്ന മുസ്ലിമീങ്ങള് അതൊക്കെ ഒന്ന് നിർത്തിയിട്ട്, അതൊക്കെയും വേണം, പക്ഷെ അതിനുള്ളതല്ല റമദാനും അതിന്റെ ഇരവ് പകലുകളും എന്ന ഒരു തിരിച്ചറിവുണ്ടായിട്ട് നമുക്കൊന്ന് മടങ്ങാൻ സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാനിന് നിരക്കാത്തത് വല്ലതും നമ്മളിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ, ദുനിയാവിൽ നമുക്ക് ലഭിച്ച ഏറ്റവും മഹത്തായ ഒരു നിഅമത്തിനെ നമ്മൾ അലസതയോടെ കൈകാര്യം ചെയ്തതിന്റെ ദുരന്തം നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന ഭയപ്പാട് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവേണ്ടതുണ്ട്. മാനസികമായോ ശാരീരികമായോ വാചികമായോ നമ്മളിൽ നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് തിരുത്തൽ വരുത്താനുള്ള, പ്രായശ്ചിത്തം ചെയ്യാനുള്ള, അതിനെ മറികടന്നുകൊണ്ടുള്ള നന്മകൾ ചെയ്യാനുള്ള ദിനരാത്രങ്ങളാണ് ഇനിയുള്ളത്. അതുകൊണ്ട് സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും,
റബ്ബിന്റെ പാപമോചനത്തിനു വേണ്ടി നിങ്ങൾ കുതിച്ചു പായുവീനെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോടുള്ള കൃപ കൊണ്ട് പറഞ്ഞതാണ്, വാത്സല്യം കൊണ്ട് പറഞ്ഞതാണ്, സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്, നമ്മളോടുള്ള ദയ കൊണ്ട് പറഞ്ഞതാണ് എന്നത് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആകയാൽ സത്യവിശ്വാസികൾ തിരിച്ചറിയേണ്ടുന്ന ഒരു സംഗതി, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ സ്വഭാവമായി പഠിപ്പിച്ച ഈ രണ്ട് കാര്യങ്ങൾ, ആ രണ്ട് കാര്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ രണ്ട് കാര്യങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് ഈ 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങളോട് പറഞ്ഞതല്ല. പിന്നെയോ ലോകത്തിലെ ഏറ്റവും നല്ല മുസ്ലിമീങ്ങളുടെ തലമുറയായ സ്വഹാബത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രണ്ട് നിർദ്ദേശങ്ങൾ. സഹാബത്തെ, നിങ്ങളുടെ ജീവിതം പുഷ്കലമാവണമെങ്കിൽ, നിങ്ങളുടെ ഭാവി ജീവിതം നന്നായി തീരണമെങ്കിൽ, നിങ്ങളുടെ പരലോകം രക്ഷപ്പെട്ട് കിട്ടണമെങ്കിൽ നിങ്ങളിൽ ഉണ്ടാവേണ്ടുന്ന രണ്ട് ഗുണങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് നമ്മളോട് പറയാണ്, വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലബു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിഞ്ഞോ അറിയാതെയോ വല്ല വീഴ്ചകളും വല്ല അബദ്ധങ്ങളും വല്ല തെറ്റുകുറ്റങ്ങളും ആ മനസ്സുകളിൽ നിന്നുണ്ടായാൽ, ഇബാദത്തെടുത്ത് അല്ലാഹനെ പേടിച്ച് ഈമാനോടെ തഖ്വയോടെ ജീവിക്കുന്നതിനിടയിൽ വല്ല അബദ്ധവശാലും വല്ല വീഴ്ചകളും അവരിൽ നിന്ന് വന്നുപോയാൽ, ആരോടാണ്? സ്വഹാബത്തിനോടാണ് പറയുന്നത്. സ്വഹാബത്തിനോട് അല്ലേ, സ്വഹാബത്തിന്റെ സ്വഭാവമായിട്ടാ പറയുന്നത്. അങ്ങനെ വല്ലതും വന്നു പോയാൽ അവർക്കുടനടി പടച്ചവനെ പേടിച്ച് പടച്ചവനെ ഓർത്ത് ഭയമുണ്ടാകും, പേടിക്കും അവർ. അങ്ങനെ ഭയത്തിൽ നിന്ന് ഉടലെടുത്ത് വസ്തഗ്ഫറൂ ലിദുനൂബിഹിം, വന്നുപോയ ആ അബദ്ധത്തിന് ആ വീഴ്ചക്ക് അവർ അപ്പോൾ തന്നെ ഇസ്തിഗ്ഫാർ നടത്തും. റബ്ബല്ലേ എല്ലാം പുറത്തു തരാനുള്ളത്, വേറെ ആരെങ്കിലും പുറത്തു തരാനുള്ളവരുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അവർ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടേയിരിക്കും. വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. സംഭവിച്ചു പോയ ആ അബദ്ധം അറിഞ്ഞുകൊണ്ട് പിന്നീട് വരാതിരിക്കാൻ അവർ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യും. ഇതാണ് ഉത്തമന്മാരായ വിശ്വാസികളുടെ രണ്ട് സ്വഭാവങ്ങളിൽ ഒന്ന്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയുണ്ടായിട്ടുണ്ട്, റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. റബ്ബേ, ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എവിടെയോ വെച്ച് ആരോ ഒരാളുടെ ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ വന്ന് അനച്ചു, മനുഷ്യരെ നിങ്ങൾ ജീവിക്കുന്ന ഈ രൂപം ശരിയല്ല, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണം, അല്ലാഹുവിലേക്ക് ശാരീരികമായി മടങ്ങേണ്ടവരാണ് നിങ്ങൾ, മാനസികമായ ഒരു മടക്കം അതിനു മുമ്പുണ്ടാവണം എന്ന് ആരോ പറയുന്നത് കേട്ടപ്പോൾ അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടാവുകയും ഞങ്ങൾ മടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തവരാണ്. അങ്ങനെയാണല്ലോ നമ്മളുടെ അധികം പേരുടെയും നിലപാട്. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് അല്ലാഹു പറഞ്ഞത്, റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ. പഠിച്ചവരെ, അങ്ങനെ ഒരു മടക്കത്തിന് മുമ്പ് ഞങ്ങളിൽ നിന്ന് ഒരുപാട് വീഴ്ചകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ വന്നിട്ടുണ്ട്, അബദ്ധങ്ങൾ വന്നിട്ടുണ്ട്. മാപ്പാക്കണമേ റഹ്മാനെ, പുറത്തു തരേണമേ റഹ്മാനെ. വകഫിർ അന്നാ സയ്യിആതിനാ. പഠിച്ചവരെ, അങ്ങനെ ഒരു മടക്കത്തിന് ശേഷവും ഞങ്ങളിൽ നിന്ന് ചില അബദ്ധങ്ങൾ വന്നിട്ടുണ്ട്, ഏറ്റുപറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരം അബദ്ധങ്ങളെ ഞങ്ങളുടെ വിചാരണ ഗ്രന്ഥത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് ഇനിയുള്ള കാലം നല്ലവരായി പുണ്യവാന്മാരായി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകണമേ എന്ന് വിശ്വാസികളുടെ സമൂഹം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, പ്രവാചകന്മാരുടെയൊക്കെ പ്രബോധനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ.
നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ആദ്യ ഭാഗമാണത്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തുവീൻ, പാപമോചനത്തിന് തേടുവീൻ, അല്ലാഹു നിങ്ങൾക്ക് മാപ്പാക്കി തരും. സൂറത്ത് ഹൂദിൽ 3 സ്ഥലങ്ങളിൽ ആവർത്തിച്ചു വന്ന ഒരു ആയത്ത് വഅസ്തഗ്ഫിറൂ റബ്ബക്കും തുമ്മ തൂബൂ ഇലൈഹി. നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തുവീൻ, ഇസ്തിഗ്ഫാർ നടത്തുവീൻ, തൗബയും ചെയ്യുവീൻ എന്നാണ്. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുവീൻ, തൗബയും നടത്തുവീൻ. ഫഇന്നി അതൂബു ഇലല്ലാഹി ഫീ കുല്ലി യൗമിൻ അക്തറ മിൻ 100 മറ. ഈ ഞാൻ പോലും 100-ലധികം തവണ നിത്യജീവിതത്തിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. ആർക്കും, എത്ര വലിയ പാപം ചെയ്തവർക്കും ചെയ്യാവുന്നതും അല്ലാഹു പുറത്തു തരാമെന്ന് ഏറ്റതുമായ സംഗതിയാണത് ഇസ്തിഗ്ഫാർ നടത്തുക. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. കയ്യും കണക്കുമില്ലാതെ തെറ്റുകളിൽ മുഴുകി ജീവിച്ചിരുന്നവരെ, അങ്ങനത്തെ ആളുകളോട് പറയണം, ഞാൻ അവർക്ക് മാപ്പ് നൽകുകയില്ല എന്ന് അവർ നിരാശപ്പെടേണ്ടതില്ല. ഞാൻ അവരുടെ സർവ വീഴ്ചകളും മാപ്പാക്കി കൊടുക്കാൻ തയ്യാറാണ് എന്നവരോട് പറയണം. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. എന്താണ് ഇസ്തിഗ്ഫാർ എന്ന് ചോദിച്ചാൽ അതിന് കിട്ടുന്ന മറുപടി അൽ ഇസ്തിഗ്ഫാറു ഹുവ ത്വലബു മിനല്ലാഹി സുബ്ഹാനഹു അൻ യസ്തുറ ദുനൂബ. തന്നിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെ വിചാരണ വേളയിൽ മറ്റൊരാൾ കാണാതെ ശിക്ഷ ലഭിക്കാത്ത വണ്ണം മറച്ചു പിടിക്കാൻ അല്ലാഹുവോട് ആവശ്യപ്പെടുന്നതിനാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുക. ആ വന്നുപോയ തെറ്റിന്റെ പേരിൽ അല്ലാഹുവേ നീ എന്നെ ശിക്ഷിക്കരുതേ എന്നുള്ള നിലവിളിക്കാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുക. അല്ലാഹു നമ്മൾ ചെയ്ത പടച്ചവനെ പള്ളി മെമ്പറിൽ നിൽക്കുന്ന എന്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളൊക്കെയും റബ്ബ് സുബ്ഹാനഹു വ തആല എന്റെ മാതാപിതാക്കളുടെ, എന്റെ ഇണയുടെ മക്കളുടെ, എന്റെ പേരമക്കളുടെ ഞാൻ കൈകാര്യം ചെയ്ത മെമ്പറിൽ എന്റെ മുമ്പിൽ വന്നിരുന്ന് ദീന് പഠിച്ച് മുത്തഖികളായി ജീവിച്ചു പോയ ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ച് അതിങ്ങനെ അല്ലാഹു എന്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ പരസ്യമായി പ്രദർശിപ്പിച്ചാൽ ഉണ്ടാകാവുന്ന മാനക്കേട് എത്രമാണ് പ്രിയപ്പെട്ടവരെ. ഖലീലുർ റഹ്മാന്റെ പ്രാർത്ഥന ഏതാണല്ലോ, വലാ തുഖ്സിനി യൗമ യുബ്അതൂൻ. പടച്ചവനെ ഖിയാമത്ത് നാളിൽ വിചാരണ വേളയിൽ എന്നെ അപമാനിതരുടെ കൂടെ ഉൾപ്പെടുത്തല്ലേ പടച്ചവനെ എന്ന ആ പ്രാർത്ഥന എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നത് മുഅ്മിനീങ്ങളത് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളിൽ നിന്നുണ്ടായ വീഴ്ചകൾ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നമ്മുടെ പേരിലുള്ള സഹീഫത്തുൽ അഅ്മാലിൽ രേഖാഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് അറിയാത്തവരല്ല നമ്മൾ. അവ നാളെ നമ്മളെ വിചാരണ ചെയ്യുമ്പോൾ പ്രദർശിപ്പിക്കുമെന്നത് പരിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്നറിയാത്തവരുമല്ല നമ്മൾ. അങ്ങനെ ഇല്ലാതിരിക്കാൻ, അത് അവിടെ നിന്ന് മാഞ്ഞു പോകാൻ, മായ്ച്ചു കളയാൻ, അത് മറ്റൊരാളും കാണാതെ റബ്ബിന്റെ ഒരു മഹത്തായ നിഅമത്തെ ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ, മുഅ്മിനായ മുത്തഖിയായ ഒരു അടിമയെ പരസ്യമായി വിചാരണ ചെയ്യും. അപ്പോഴവന് എല്ലാ ഇബാദത്തുകളും പൂർണ്ണമായിരിക്കും, എല്ലാ സൽക്കർമ്മങ്ങളും കഴിവിന്റെ പരമാവധി അവൻ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ അവനിങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തയ്യാറാകുന്ന ആ ഒരവസ്ഥ വരുമ്പോ അള്ളാഹു അവനെ കുറച്ചിങ്ങോട്ട് അടുത്തേക്ക് മാറ്റി നിർത്തുന്ന ഹദീസിൽ തഹത്ത കനഫിഹീന ഹദീസിലുള്ളത്. അള്ളാഹു തന്റെ അരികിലേക്ക് അവനിങ്ങനെ മാറ്റി നിർത്തിയിട്ട് വേറെ ചില പേജുകൾ ഇങ്ങനെ മറിക്കും. അപ്പോ അതിൽ അവൻ രഹസ്യമായി ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം ഒന്നൊഴിയാതെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനോട് ചോദിക്കും, അമാ ഫഅൽത കദാ അമാ ഫഅൽത കദാ അമാ ഫഅൽത കദാ. ഇത് ചെയ്തതല്ലേ, ഇത് ചെയ്തതല്ലേ. മുഅ്മിനീങ്ങൾ അവനോടെ മനസ്സിൽ കൊണ്ട് വെച്ചാൽ മതിട്ടോ. അള്ളാന്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടി വരുന്ന ആ അവസ്ഥയാണ് ഇപ്പൊ ഈ പറയുന്നതെന്ന്. എന്നെ കുറിച്ച് ഞാൻ ആലോചിക്കേണ്ടത്, നിങ്ങളെ കുറിച്ചല്ല. നമ്മൾ ഓരോരുത്തരും അവനോനെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ പടച്ചോനെ എന്തൊക്കെയാണ് കാണാണ്ടാവുക നോക്കാണ്.
എന്തൊക്കെ കാണാണ്ടാവുക. അങ്ങനെ അയാൾ നിലവിളിച്ചു, ഐ റബ്ബി ഐ റബ്ബി ഐ, പഠിച്ചോനെ ഇതൊക്കെ ചെയ്ത തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് അയാൾ കരഞ്ഞു തുടങ്ങും. ഞാൻ നരകാവകാശിയായി എന്ന് അയാൾ ഉറപ്പിക്കുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവനോട് പറയും, സതർതു ലക ഫിദ്ദുനിയാ. സുബ്ഹാനല്ലാഹ്, സതർതു ലക ഫിദ്ദുനിയാ. ദുനിയാവിൽ വേണമെങ്കിൽ ഇതിലേക്ക് പരസ്യപ്പെടുത്താമായിരുന്നു, പക്ഷെ ഞാൻ ഇത് ദുനിയാവിൽ ആരും കാണാതെ മറച്ചു പിടിച്ച് നിന്റെ അന്തസ് ഞാൻ കാത്തു സൂക്ഷിച്ചതാണ്. അതുപോലെ വഅന അഗ്ഫിറുഹാ ലക്കൽ യൗം, ഇന്നായിട്ടിനി ഞാനത് പുറത്തേക്ക് എടുക്കണില്ല, ഞാനതൊക്കെ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്ന് പറയുന്ന മുഅ്മിനീങ്ങളെ, അതിനുള്ളതാണ് ഇസ്തിഗ്ഫാർ. അവിടെ മടി കാണിച്ചാൽ, അവിടെ പിന്നോക്കം പോയാൽ, അത് കുറച്ച് കഴിയട്ടെ എന്ന് വെച്ചാൽ, അത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ, നമ്മൾ അപമാനിക്കപ്പെടുമ്പോൾ ഒരൊറ്റ ആളും ഒരൊറ്റ കാര്യവും നമ്മളെ സഹായിക്കാൻ അവിടെ ഉണ്ടാവില്ല എന്ന് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിന്റെ അത്യുത്തമമായ ഇരവു പകലുകളെ ഇസ്തിഗ്ഫാറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അതിന് അവസാനത്തെ 10 വരട്ടെ, അതിൽ വിത്റിന്റെ രാവ് വരട്ടെ, ലൈലത്തുൽ ഖദ്ർ വരട്ടെ, അന്നാണ് തൗബ ചെയ്യേണ്ടത്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, മുത്തുനബിയുടെ തൃക്കൻ വിരികൂട്ടി തരണേന്ന് പ്രാർത്ഥിക്കലാണ് തൗബ എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അവനവന്റെ കാര്യങ്ങൾ അവനവൻ ഏറ്റുപറയാൻ കഴിയാതെ വരുമ്പോൾ പിന്നെ റബ്ബിന് പുറത്തു തരണമെന്ന് പ്രതീക്ഷിക്കുന്നത് കാര്യമില്ല. മുഅ്മിനീങ്ങളെ, അള്ളാന്റെ റസൂല് പഠിപ്പിച്ച, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഇസ്തിഗ്ഫാറിന്റെ രൂപം നേർക്ക് നേരെ റബ്ബിലേക്ക് നമ്മളെ അവതരിപ്പിക്കുക, റബ്ബിലേക്ക് നേർക്ക് നേരെ നമ്മൾ കീഴ്പ്പെടുക, വിനയപ്പെടുക, ഏറ്റുപറയുക, മാപ്പപേക്ഷിക്കുക എന്നതാണ്. അതിൽ കുറവ് വന്നാൽ അതിന്റെ ദുരന്തം അനുഭവിക്കാൻ, അത് പങ്കുപറ്റാൻ ഒരാളും ഉണ്ടാവില്ല എന്നതിന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. രണ്ടാമത്തെ പ്രത്യേകത സഹാബത്തിൻ്റെതായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചത്, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ഏയ് മുഅ്മിനീങ്ങളെ, നമ്മളോടല്ല ആരോടാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടുന്ന സഹാബത്തിനോടാ, ആയിഷ റളിയല്ലാഹു തആല ഉൾപ്പെടുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോടാ, ഫാത്തിമ റളിയല്ലാഹു തആല ഉൾപ്പെടുന്ന റസൂലുള്ളാഹിന്റെ അനുയായി വൃന്ദങ്ങളോടാ. അല്ലേ? ലോകത്തിലെ ഖൈറു ഉമ്മ എന്ന് അള്ളാഹു തന്നെ സർട്ടിഫൈ ചെയ്ത ആൾക്കൂട്ടത്തെ വിളിച്ച് അള്ളാഹു പറയാണ്, വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. മുഅ്മിനീങ്ങളെ, ഒറ്റയാളും മാറി നിൽക്കാതെ എല്ലാവരും തൗബ ചെയ്യണം, എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാം. സുബ്ഹാനല്ലാഹ്. ഒറ്റയാളും മാറി നിൽക്കാതെ ജമീഅൻ, എല്ലാവരും തൗബ ചെയ്യണം. എങ്ങനെ ചെയ്യണം? യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ. അതും അവരോട് തന്നെയാണ്, സഹാബത്തിനോട്. മുഅ്മിനീങ്ങളെ, ആത്മാർത്ഥമായി, കളങ്കമില്ലാതെ, നിഷ്കളങ്കമായി മനസ്സിൽ തട്ടി നിങ്ങൾ തൗബ ചെയ്യുവീൻ. എന്നാൽ എന്താണ്? യുകഫിറു അൻകും സയ്യിആതികും. നേരത്തെ സൂചിപ്പിച്ച ഈ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു നിങ്ങളുടെ വിചാരണ ഗ്രന്ഥത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു തരും. വയുദ്ഖിലുക്കും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. സ്വർഗ്ഗപ്രവേശനം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. യൗമ ലാ യുഖ്ദില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅഹു. അള്ളാന്റെ റസൂലിനെയും റസൂലിന്റെ ഈമാനുള്ള വിശ്വാസികളെയും അള്ളാഹ് മാനം കെടുത്താത്ത ദിവസമാണ്. അന്ന് അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തണമെങ്കിൽ തൗബത്തൻ നസൂഹ, ഉള്ളൊരുകിയ തൗബ വേണം എന്നാണ്. എന്താ തൗബയും ഇസ്തിഗ്ഫാറും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, തൗബയെ കുറിച്ചിട്ട് കിതാബുകളിലുള്ളത് തൗബത്തു സ്വാദിഖത്തു ഫിൽ ഇഖ്ലാഇ അനി ദുനൂബ്, ചെയ്തു പോയ തെറ്റിൽ നിന്ന് പിന്മാറുക. ഒന്ന്. വൽ ഖാലിസത്തു ലിവജ്ഹില്ല, മുന്നോട്ടുള്ള ജീവിതം ഇനി അങ്ങനെയൊന്നുണ്ടാവില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുക. മൂന്നാമത്തത്, ചെയ്തു പോയ തെറ്റിൽ ആത്മാർത്ഥമായ സങ്കടമുണ്ടാവുക, അല്ലാഹുവോട് ഏറ്റുപറയുക. പഠിച്ചോനെ, എന്റെ തെറ്റും കുറ്റങ്ങളൊക്കെ പുറത്തു തരണേ എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാർ. റബ്ബേ, ഞാൻ ഇന്ന തെറ്റു ചെയ്തിട്ടുണ്ട്, അത് നീ എനിക്ക് മാപ്പ് തരണമേ, ഇനി ഞാനത് ആവർത്തിക്കുകയില്ല എന്ന് പറയുന്നതിന് തൗബ എന്നാണ്. ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കേണ്ടത്. പഠിച്ചോനെ, ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്,
എന്ന് പറയാൻ കഴിയണം. ഞാൻ പണ്ട് പലിശ വാങ്ങിയിട്ടുണ്ട്, ഞാൻ എൻ്റെ അറിവില്ലായ്മയാൽ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ കളവ് പറഞ്ഞിട്ടുണ്ട്, പഠിച്ചോനെ ഞാൻ അയൽവക്കക്കാരൻ്റെ അതിര് തിരക്കിയിട്ടുണ്ട്, പഠിച്ചോനെ ഞാൻ അയൽവക്കക്കാരത്തെ കുറിച്ചിട്ട് ഓളെ കുറിച്ചിട്ട് എല്ലാ കഥകൾ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ട്, റബ്ബെ ഞാൻ ഇനി അത് ചെയ്യൂല, നീ എനിക്കത് മാപ്പ് തരണേ എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടുള്ള മാപ്പപേക്ഷക്കാണ് എന്ത് പറയാ, തൗബ എന്ന് പറയുക. ഈ 3 ഷർത്തുകളിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതെ പോയാൽ തൗബ സ്വീകാര്യമല്ല എന്നതിൽ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല എന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവോട് ചെയ്ത തെറ്റുകൾക്ക് ഈ 3 നിബന്ധനകളാണുള്ളത്, ഷർത്തുകളാണുള്ളത്. അതൊരു മനുഷ്യനോടാണെങ്കിൽ ഈ 3 നിബന്ധനകൾക്ക് പുറമെ ആരോടാണോ തെറ്റ് ചെയ്തത് അയാളോട് പോയിട്ട് പൊന്നു സഹോദര സഹോദരി ഉമ്മ ഉപ്പ എന്റെ അടുത്ത് ഇങ്ങനെ ഒരു വീഴ്ച എന്ന് വന്നുപോയി, അറിഞ്ഞാതെ തെറ്റിപ്പോയതാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, അങ്ങനെ അറിയാൻ ഇനി മേലിലുണ്ടാവൂല, നിങ്ങൾ പൊറുക്കണം, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹിനോട് ചേർക്കണം എന്ന് പറഞ്ഞിട്ട് വേണം പഴയ 3 ദിക്കിന്റെ ഷർത്തുകൾ പാലിക്കാൻ. പഠിച്ചോനെ ഞാൻ ഇന്ന ആളോട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട്, റബ്ബേ അത് നീ ചെയ്യൂല, നീ എനിക്കത് മാപ്പാക്കി തരണമേ എന്ന് പറയണം. മരണം വരെ ആ തെറ്റിനെ കുറിച്ചുള്ള ഓർമ്മയും സങ്കടവും നിലനിൽക്കുകയും ചെയ്യണം നമ്മുടെ മനസ്സിൽ. അപ്പോഴാണ് എന്തുണ്ടാവുക, തൗബയുണ്ടാവുക. നോക്കൂ, നിങ്ങൾ ആദം അലൈഹി സ്വലാമിന്റെ തൗബയെ കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താ അറിയോ? തൗബ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ പഠിപ്പിച്ചു. അതുപ്രകാരം ആദം തൗബ ചെയ്തു. എന്താണ്? റബ്ബനാ ളലംനാ അൻഫുസനാ, പഠിച്ചവനെ ഞങ്ങൾ അങ്ങനെ ഒരു അക്രമം പ്രവർത്തിച്ചു പോയി, അത് ഏറ്റു പറയാൻ കഴിയണം. റബ്ബേ ഞങ്ങൾ അങ്ങനെ ഒരു അക്രമം പ്രവർത്തിച്ചു പോയി, നീ ഞങ്ങൾക്ക് മാപ്പ് തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ അപകടത്തിൽ പെട്ടുപോകും റബ്ബേ എന്ന് ഏറ്റുപറച്ചിലുണ്ടായി. യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കടന്ന് നിലവിളിച്ചതും എന്താണ്? പടച്ചവനെ നീനകക്കാരോട് ദേഷ്യപ്പെട്ടതും അവിടുന്ന് ഇറങ്ങിപ്പോന്നതും ഒക്കെ തെറ്റായിപ്പോയി, പടച്ചവനെ നീ മാപ്പ് നൽകണമേ എന്ന ഏറ്റുപറച്ചിലാണ് യൂനുസ് നബിയുടെ കാര്യത്തിൽ ഉണ്ടായത്. മൂസാ നബി ഇസ്ലാമിയുടെ കഥ ഖുർആൻ പറയുന്നു, ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി. മൂസാ നബിയും ഏറ്റുപറയുകയാണ്, പടച്ചവനെ തെറ്റാണ് ഞാൻ ചെയ്തു പോയത്, ഫഗ്ഫിർലി പൊറുക്കണേ, ഫഗഫറ ലഹു അത് ഞാൻ മാപ്പ് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇസ്തിഗ്ഫാർ വേറെയാണ്, തൗബ വേറെയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വിശ്വാസികളെ ഇസ്തിഗ്ഫാറും തൗബയും പതിവാക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഒരു സദസ്സിലിരിക്കുമ്പോ നബി തങ്ങളല്ല അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ നബി തങ്ങളുടെ ചുണ്ടുകൾ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുമായിരുന്നു നിരന്തരമായി. ഇത് പലതവണ കണ്ടപ്പോൾ ഞാൻ ഒരിക്കൽ നബിയുടെ ചുണ്ടിലേക്ക് എന്റെ ചെവികൾ കൂർപ്പിച്ച് വെച്ചു. അപ്പൊ നബി ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനല്ലാഹ്, ആരായി പറയണം നോക്കാണ്, റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. പടച്ചവനെ എനിക്ക് ഇസ്തിഗ്ഫാർ മാപ്പ് നൽകണേ, എന്റെ തൗബ സ്വീകരിക്കണേ, നീയാണല്ലോ എല്ലാ പശ്ചാത്താപവും സ്വീകരിക്കുന്നവനും ഏറെ കരുണ കാണിക്കുന്നവനും എന്ന്. മറ്റൊരു റിപ്പോർട്ടിൽ റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ എന്നാണ്. റബ്ബെ മാപ്പാക്കണേ, തൗബ നൽകണേ, എല്ലാം പൊറുക്കുന്നവനും ഏറെ തൗബ നൽകുന്നവനും നീയാണല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ആര്? മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കതീറ. പടച്ചവനെ കാണേണ്ടി വരുമെന്ന് പേടിക്കുന്നവർക്ക്, റബ്ബിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, പരലോകത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അള്ളാനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഉത്തമമായ മാതൃക മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ് എന്ന് ഖുർആൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കത് നടപ്പിലാക്കി ശീലിക്കുവാനുള്ള
ഏറ്റവും നല്ല സമയം ഈ പരിശുദ്ധ റമളാനിന്റെ രാവ് പകലുകളാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിലൂടെ തൗബയിലൂടെ എല്ലാ പാപങ്ങളും കഴുകിക്കളയാൻ, എല്ലാ നന്മകളും നമ്മുടെ കിതാബിൽ നന്മകളുടെ പേജുകൾ മാത്രമായി മാറാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹ് يا رب العالمين ربي اغفر لي ولوالدي ربي ارحمهما كما ربياني صغيرا. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله وصلى الله وسلم على نبينا وحبيبنا وصفينا محمد الامين واله وصحبه اجمعين ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا. أما بعد أيها الإخوان اتقوا الله وكونوا عباد الله. ബഹുമാന്യരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം വഴിപ്പെട്ട മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നാളെയും മറ്റന്നാളും കൂടെ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് റമദാനിന്റെ അവസാനത്തെ 10 വരികയാണ്. അവസാനത്തെ 10ന്റെ ശ്രേഷ്ഠത നമുക്കറിയാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫീ റമദാന മാ ലാ യജ്തഹിദു ഫീ ഗൈരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു മാസങ്ങളിൽ ആരാധനകൾക്ക് വേണ്ടി ഉത്സാഹിക്കുന്നതിനേക്കാൾ റമദാനിൽ ഒരു ഉത്സാഹം കൂടുതൽ ഉണ്ടായിരുന്നു. അങ്ങനെ വൈദാജാൽ അശ്റുൽ അവാഖിർ അവസാന 10 വന്നാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്യാ ലൈലഹു രാവ് ജീവനുള്ളതുപോലെ പകൽ പോലെ തന്നെ രാത്രിയും ആരാധനകളിൽ മുഴുകും. വാ ഐഖല അഖിലഹു കുടുംബത്തെയും ഉത്സാഹിച്ച് കൂടെ ചേർക്കും. വശദ്ദൽ മിഅ്സർ ശദ്ദ മിഅ്സറഹു ആരാധനയ്ക്ക് വേണ്ടിയാണ് ഒരുങ്ങി ഇറങ്ങുകയായിരുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഓട്ട മത്സരത്തിന്റെ അവസാന ലാപ്പാണ് നമ്മൾ വരാൻ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ മുമ്പിലേക്ക് പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഈ അവസാനത്തെ 10ന്റെ പ്രത്യേകത നമുക്കറിയാം. പരിശുദ്ധ ഖുർആൻ അവതരിച്ചു തുടങ്ങിയ 1000 മാസത്തെക്കാൾ പുണ്യം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ലൈലത്തുൽ ഖദ്രി ഖൈറും മിനൽ ഫിശഖർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ എന്ന് ഖുർആൻ പറഞ്ഞ മലായികത്തും റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമും നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാവ് ഈ 10 ദിവസങ്ങളിൽ എന്നോ ഒരു ദിവസമുണ്ട്. അതെന്നാണെന്ന് കൃത്യമായി പറയുന്നതിന് പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അസ്രിൽ അവാഖിർ ഫിൽ വിതർ എന്നാണ്. നിങ്ങൾ ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം പ്രതീക്ഷിച്ച് കാത്തിരിക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ അവർ അവസാനത്തെ 10ലെ ഒറ്റയിട്ട രാവുകളിൽ അത് പ്രതീക്ഷിക്കട്ടെ എന്നാണ്. സ്വഹാബികൾക്ക് ലൈലത്തുൽ ഖദ്റിന്റെ ലക്ഷണങ്ങൾ വെളിപ്പെട്ടത് അവർ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, ഖദ് തവാതഅത് ഫിൽ അശ്രിൽ അവാഖിർ ഫിൽ വിതർ. നിങ്ങളുടെ കാഴ്ചകളെല്ലാം ഒത്തുവന്നിരിക്കുന്നത് അവസാനത്തെ 10ലെ ഒറ്റയിട്ട രാവുകളിലാണ്. ചിലർക്കത് 21ാമത്തെ രാവിലാണ് അനുഭവിക്കാൻ കഴിഞ്ഞത്, ചിലർക്ക് 23-നാണ്, ചിലർക്ക് 25-നാണ്, ചിലർക്ക് 27-നാണ്, ചിലർക്ക് 29-നാണ്. ഭൂരിപക്ഷം സഹാബത്തും അനുഭവിച്ചത് 27-നാണെന്നത് മറച്ചു വെക്കാതെ തന്നെയാണ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത്. അവസാനത്തെ 10ലെ ഒറ്റയിട്ട ഏതോ ഒരു രാവിലാണ് എന്ന് ഉറപ്പിക്കാവുന്ന തരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ അനുഭവങ്ങൾ ഉണ്ടായത് അവസാനത്തെ 10ലെ ഒറ്റയിട്ട രാവിലാണ്. എന്നിട്ടാണ് റസൂൽ പറഞ്ഞത് അതുകൊണ്ട് ആർക്കെങ്കിലും അതിൽ പ്രതീക്ഷിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ അത് പ്രതീക്ഷിക്കട്ടെ. 9 രാവുകൾ ബാക്കിയുണ്ടാകുമ്പോൾ, 7 രാവുകൾ ബാക്കിയുണ്ടാകുമ്പോൾ, 5 രാവുകൾ ബാക്കിയുണ്ടാകുമ്പോൾ, 3 രാവുകൾ ബാക്കിയുണ്ടാകുമ്പോൾ എന്നിങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് 21-ാം രാവിന്, 23-ന്, 25-ന്, 27-ന്, 29-നൊക്കെ അവരത് പ്രതീക്ഷിക്കട്ടെ. ചുരുക്കത്തിൽ ഈ 5 രാത്രികൾ നമ്മൾ ഒന്ന് മെനക്കെട്ടിരുന്നാൽ, 5 രാത്രികൾ നമ്മൾ ഒന്ന് മെനക്കെട്ടിരുന്നാൽ, ഖുർആൻ പാരായണവും ആരാധനകളോ ഇബാദത്തുകളുമായി മുഴുകിക്കഴിഞ്ഞാൽ ആ 5-ൽ ഏതെങ്കിലും ഒരു രാവ് ഇതിൽ ഉൾപ്പെടുമെന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗ്യാരണ്ടിയാണ്. അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഗ്യാരണ്ടിയല്ല.
അതുകൊണ്ട് അത് ഒന്ന് മുഖവിലക്കെടുക്കാൻ നമ്മുടെ കുടുംബങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ രക്ഷിതാക്കൾ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നടത്തേണ്ടതുണ്ട്. പെരുന്നാളിന് ഒരുങ്ങിയാൽ പോരാ, നോമ്പ് തുറക്കൊരുങ്ങിയാൽ പോരാ, ടൂറിനൊരുങ്ങിയാൽ പോരാ, നോമ്പ് തുറപ്പിക്കാൻ ഒരുങ്ങിയാൽ പോരാ. ലൈലത്തുൽ ഖദറിനു വേണ്ടി ഇബാദത്തുകൾക്ക് വേണ്ടി ഒരു ഒരുക്കം എന്ന് പറഞ്ഞത് നമ്മളിലും ഒന്ന് പാലിക്കേണ്ടതുണ്ട്, നടപ്പിൽ വരേണ്ടതുണ്ട്. ഈ സമുദായം അതിന്റെ ഒരു സമാധാനത്തിൽ ജീവിക്കേണ്ടതുണ്ട്. അന്ന് ഉയർത്തപ്പെടുന്ന പ്രാർത്ഥനകളുടെ പിൻബലത്തിൽ ഈ സമുദായം ഇന്ത്യ മഹാരാജ്യത്ത് അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം ഈ സമുദായത്തിന് ലഭിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടുന്ന ദുന്യവിയും ഉഖറവിയുമായ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടുന്ന അത്യപൂർവമായ ആ ദിനരാത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ഒരു വെള്ളിയാഴ്ച കൂടി വരുമ്പോ ഇത് 3-4 കഴിഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ എന്ത് ചെയ്ത് അന്ന് പറയായിരുന്നു എന്ന് നിങ്ങൾ ചോദിക്കാതിരിക്കാനാണ് മുൻകൂട്ടി ഒരു അറിയിപ്പ് തരുന്നത്. നമ്മളെ എല്ലാവരെയും അല്ലാഹു ഈ ഒരു നന്മ പ്രതീക്ഷിച്ചിരിക്കാൻ സന്മനസ്സോടുകൂടി ആരോഗ്യത്തോടുകൂടി നമുക്കിതിനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. എല്ലാ തരത്തിലുമുള്ള വീഴ്ചകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വന്നുപോയ റഹ്മാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് നിരന്തരം പാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നിട്ടും റഹ്മാനെ അത് നിന്നോട് ഏറ്റുപറയാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. നിന്നിലല്ലാതെ ഞങ്ങൾക്കതിന് അഭയവുമില്ല. നീയല്ലാതെ അത് മാപ്പ് നൽകാൻ മറ്റൊരാളുണ്ട് എന്ന പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. റഹ്മാനായ റബ്ബെ, നീ ഗഫൂറാണ്, റഹീമാണ്, വദൂദാണ്, റഊഫാണ്, കരീമാണ്, ഹയ്യാണ്. റബ്ബെ, ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ റഹ്മാനെ. ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് അകന്ന് നന്മയുടെ തീരത്ത് കൂടുകൂട്ടാൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകണമേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സും ശരീരവും സമ്പത്തും ഞങ്ങളുടെ വാക്കുവിചാര കർമ്മങ്ങളും ഞങ്ങളുടെ ആദർശവും ആരാധനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞങ്ങളുടെ സ്വഭാവ സംസ്കൃതിയും നിന്റെ റസൂല് പഠിപ്പിച്ച നിന്റെ സ്വഹാബത്തിന്റെ മാതൃകയിൽ മുന്നോട്ട് പോകാൻ അതിനനുസരിച്ച് ക്രമീകരിക്കാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഈ റമദാനിന്റെ ഓരോ നിമിഷങ്ങളെയും ഞങ്ങളുടെ പരലോക മോക്ഷത്തിന് വേണ്ടി ഉപയോഗിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. അതിനനുസൃതമായ രൂപത്തിൽ ഞങ്ങളുടെ ആരോഗ്യത്തിന് നിലനിർപ്പ് നൽകണമേ റഹ്മാനെ. ഊർജ്ജസ്വലതയും ഉന്മേഷവും ആവേശവും കൂടുതൽ നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സ് നിറയെ ഈമാനും തഖ്വയും നിറച്ചു വെച്ചുകൊണ്ട് നിന്നെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് ഈ റമദാനിൽ നിന്ന് നേടിയെടുക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണമേ റഹ്മാനെ, മർഹമത്ത് നൽകണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിപ്പിക്കണമേ റഹ്മാനെ. ചെറുതും വലുതുമായ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക്, ഞങ്ങളുടെ എല്ലാവർക്കും ശിഫ നൽകണമേ റഹ്മാനെ. ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് പരിഹാരം നിർദ്ദേശിക്കണമേ റഹ്മാനെ. ഐശ്വര്യം നൽകണമേ റഹ്മാനെ. കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് നീക്കണമേ റഹ്മാനെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, നിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാനും മരിക്കാനും നിന്റെ മുമ്പിൽ അന്തസ്സോടുകൂടി വിചാരണ നേരിടാൻ നിൽക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. اللهم أعز الإسلام والمسلمين. اللهم أجرنا وأجر والدينا وآخرنا من النار. اللهم اشف أمراضنا يا شافي الأمراض يا رب العالمين. اللهم أطل عمرنا وحسن عملنا وحسن عاقبة أمرنا يا رب العالمين. توفنا مسلمين وألحقنا بالصالحين. وصلى الله وسلم على محمد.